ഹായ് പ്രിയപ്പെട്ടവരെ, ഞങ്ങള് എസ് ടി യുവിൻ്റെ ഒരു ഭാരവാഹികൾ എന്നുള്ള നിലക്ക് പ്രിയ സഹപ്രവർത്തകരായ എസ് ടി യുവിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എന്നുള്ള നിലക്ക് പ്രിയങ്കരനായ എ കെ നാസർ കാമുഖം, അതുപോലെ തന്നെ സുധീർ താഴക്കോട് അടങ്ങുന്ന ഞങ്ങള് ഇതിനു മുമ്പ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാധാരണക്കാരുടെ വിഷയങ്ങൾ പറയാൻ തൊഴിലാളി വിഭാഗം പ്രതിനിധീകരിക്കുന്ന ഒരു ഭാരവാഹികൾ എന്നുള്ള നിലക്ക്, ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് സാധാരണക്കാരുടെ വിഷയം പറയാൻ അതിന് ഏതായാലും ഒരു അർഹതപ്പെട്ടവർ എന്നുള്ള നിലക്ക് ഇന്ന് സാധാരണക്കാർ അനുഭവിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി പറയാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. ഇന്ന് ഏതായാലും വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. 11-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായി ലോക്കൽ ബോഡി ഇലക്ഷൻ ഏറ്റവും അടിത്തട്ടിൽ ഏറ്റവും സാധാരണക്കാർക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. മറ്റുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല. നമ്മുടെ നാട്ടിലെ നമ്മുടെ സാധാരണക്കാർക്ക് ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ഈ പ്രാവശ്യം എത്രത്തോളം അത് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന വിഷയങ്ങളെക്കുറിച്ചും, ഇനി ഈ ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സർക്കാരിൽ നിന്നും UDF സംവിധാനത്തിലേക്ക് തിരിച്ചു പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നമുക്കൊന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാം. ഏതായാലും ചർച്ചക്ക് തുടക്കമിടുകയാണ്. നമ്മൾ വരുന്ന തെരഞ്ഞെടുപ്പ് 11-ാം തീയതി നടക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. പഞ്ചായത്തിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് 3 തരത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 3 വോട്ടാണ് ഒരു വോട്ടർ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ വോട്ടർ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു പഞ്ചായത്തിന്റെ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്നുള്ള നിലക്ക് പഞ്ചായത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. പഞ്ചായത്തിൽ നിലവിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥിതി, ഇവിടെ UDF ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴുണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നിലവിലെ ഇടതുപക്ഷം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ 9 വർഷം തികയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിലവിലെ സാധാരണക്കാർ അനുഭവിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതേക്കുറിച്ച് പറയാനുള്ളത്? നാസറാക്ക അതുപോലെ തന്നെ സുധീറും അതിനെ കുറിച്ചിട്ട് ഒന്ന് സൂചിപ്പിക്കും. നാസറാക്ക, എന്താണ് നമുക്ക് തെരഞ്ഞെടുപ്പ് അടിസ്ഥാന സൗകര്യങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നാസറാക്ക എന്താണ് സൂചിപ്പിക്കാനുള്ളത്? അതൊന്ന് നാസറാക്ക ഒന്ന് സംസാരിച്ച് തുടങ്ങിയിട്ട് നമുക്ക് ചർച്ചയിലേക്ക് വരാം. നമ്മൾ 11-ാം തീയതി നമ്മൾ നടക്കുന്ന ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ നമ്മൾ പോലെയുള്ള സാധാരണ തൊഴിലാളികളും സാധാരണ അടിത്തട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളും ഒരുപാട് പുറകോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ നിലകൊണ്ട് നമ്മൾ ജീവിച്ചു പോരുന്നത്. കാരണം ഒരു 10 വർഷം മുമ്പ് നമ്മൾ ജീവിച്ചിരുന്ന നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളും, അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ നിത്യേന ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നിത്യ സാന്നിധ്യമുള്ള നമ്മളുടെ ഗ്യാസ്, കറണ്ട്, അതുപോലെ നമ്മുടെ തൊഴിലാളികൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഇന്ന് നിലകൊണ്ട് ജീവിച്ചു പോകുന്നത്. കാരണം എല്ലാ സാധനങ്ങളും നമുക്കറിയാം. നമ്മളൊരു കുടുംബത്തിൽ ഇന്ന് നമ്മളൊരു പലചരക്ക് കടയിലാവട്ടെ, അതല്ല നമ്മൾ ഒരു മെഡിക്കൽ ആയിക്കോട്ടെ, നമുക്കൊരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യമായിക്കൊണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു 10 വർഷം നമ്മൾ മുൻപ് വാങ്ങിയിരുന്നതും ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതും വളരെ പ്രയാസത്തിലാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മളെ ഈ പാവപ്പെട്ട ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് വേണ്ടി നമ്മൾ ഈ വരുന്ന ത്രിതല തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ പ്രയാസങ്ങൾ നമ്മുടെ തൊഴിലാളികൾ നമ്മോട്
പറഞ്ഞിട്ടും നമ്മുടെ തൊഴിലാളികൾ നമ്മോട് കൂടെ നിന്ന് നമ്മുടെ ഓരോ പ്രയാസങ്ങൾ നമ്മോട് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ത്രിതല തെരഞ്ഞെടുപ്പിൽ നമുക്ക് UDFൻ്റെ ഒരു ഭരണം പഞ്ചായത്ത് തലങ്ങളിൽ നമുക്ക് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം നമ്മൾക്കൊരു വീട് വെക്കുന്നതിലും നമ്മൾക്കൊരു കറണ്ട് ബില്ല് അടയ്ക്കുന്നതിലും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെയും ഒക്കെ വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഇന്ന് നിലവിൽ ഇല്ല. അത് ഈ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് എല്ലാ സാധനങ്ങൾക്കും, നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും 10 ഇരട്ടി വില വർധന. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീട്ടിലേക്ക് അത്യാവശ്യമായി വരുന്ന പഞ്ചസാര, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങൾക്കും 400 രൂപ വരെ വെളിച്ചെണ്ണക്ക് വില വർധന എത്തിയിരിക്കുകയാണ്. നമ്മുടെ 10 വർഷം മുമ്പ് ഇതേ അടിസ്ഥാനത്തിൽ ജീവിച്ചു പോന്നിരുന്ന നമുക്ക് 80 രൂപ 85 രൂപ വിലയുള്ള വെളിച്ചെണ്ണയാണ് ഇന്ന് 4 ഇരട്ടിയോളം വില വർധനവിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചസാര ആയിക്കോട്ടെ, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ എല്ലാത്തിനും വലിയ തോതിൽ വില വർധന ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ പാവപ്പെട്ട കുടുംബങ്ങളൊക്കെ വളരെ ദുരിതത്തിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഈ പ്രയാസം അനുഭവിക്കുന്ന ഈ ഇടത് സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ആ ഒരു പാർട്ടി ഇന്ന് സാധാരണക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ തൊഴിലാളികൾക്കുമായി വരുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് നമ്മുടെ വീടുകളിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സുഹൃത്ത് സുധീർ, ഇതുപോലെ പാവപ്പെട്ട ഒരുപാട് തൊഴിലാളി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ സുഹൃത്ത് തന്നെയാണ് സുധീർ. അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുപോലെ ഉപരി നമ്മുടെ ഈ തൊഴിലാളി പ്രസ്ഥാനത്തിനും എന്നും മുതൽക്കൂട്ടായി നമ്മോടൊപ്പം നമ്മുടെ തൊഴിലാളികളുടെ ഏത് പ്രയാസത്തിലും പ്രശ്നങ്ങളിലും മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്ത് അഷ്റഫ് പുത്തൂർ സാഹിബ്, അദ്ദേഹത്തിനും ഇപ്പോഴത്തെ ഈ ഒരു പ്രയാസങ്ങളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ആ സംസാരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പൊതുസമൂഹം അറിയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ ഇലക്ഷൻ്റെ സംവിധാനത്തിലും ഞങ്ങൾ തൊഴിലാളികളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ തുറന്ന് കാണിക്കാറുണ്ട്. അത് ഇപ്രാവശ്യം ഞങ്ങൾ തുറന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അസ്രാക്ക സൂചിപ്പിച്ചു വിഷയങ്ങളെ. പ്രാഥമികമായി ഏറ്റവും അടിത്തട്ടിലുള്ള സാധാരണക്കാരെന്ന് അനുഭവിക്കുന്ന ഏറ്റവും ദുരിതത്തിലായ ഒരു മേഖലയാണ്. ഏറ്റവും സാധാരണക്കാർക്ക് ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ദുരവസ്ഥയിലാണ് എന്നുള്ളത് ഒരു യത്ന ചുരുക്കം അസ്രാക്ക കൃത്യമായി തന്നെ സൂചിപ്പിച്ചായിരുന്നു. സുധീറിന് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം. സുധീർ മോട്ടോർ തൊഴിലാളി വിഭാഗത്തിന്റെ ഒരു ട്രേഡ് യൂണിയൻ തൊഴിലാളി വിഭാഗത്തിന്റെ ദീർഘനാൾ പ്രവർത്തിച്ച് പരിചയമുള്ള, തൊഴിലാളി മേഖലയിൽ കൃത്യമായി മോട്ടോർ തൊഴിലാളി മേഖലയിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു നേതാവാണ്. സുധീറിന് പറയാനുള്ളതും അതുപോലെ തന്നെ സാധാരണക്കാരോട് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പറയാനുള്ളത് എന്താണെന്ന് സുധീറിന്റെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം നമുക്ക് പോയിന്റിലേക്ക് എത്താം. നമസ്കാരം. നമുക്ക് ഈ LDF സർക്കാർ ഏതാണ്ട് 2 തവണയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 9 വർഷമായി നമ്മുടെ ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സർക്കാർ എല്ലാം ശരിയാക്കാം അല്ലെങ്കിൽ എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് നമ്മുടെ തൊഴിലാളികളെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിഗതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക്
സർക്കാർ കുത്തനെ അതിൻ്റെ ഫീസുകൾ കൂട്ടിയിരിക്കുകയാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് അത് വലിയൊരു പ്രയാസമാണ്. ഇപ്പോൾ സർക്കാർ പറയുന്നത് എന്താ വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ എത്ര കണ്ട് വർദ്ധിപ്പിച്ചു എന്നുള്ള ആ ഫീസ് നിലവിൽ വരുമെന്നാണ്. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഇത് വലിയൊരു പ്രയാസമാണ്. കേരളത്തിൽ ജീവിക്കുന്ന ഓരോ മലയാളികൾക്കും വലിയ വലിയ പ്രതിസന്ധിയിലാണ് നമ്മുടെ ഈ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മാറ്റം വരണം. നമുക്കറിയാം UDF അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഭരിച്ചുകൊണ്ടിരുന്ന കാലം നമുക്കൊക്കെ അറിയാം. ഒരിക്കൽ ഡീസൽ പെട്രോൾ വില എല്ലാ സംസ്ഥാനങ്ങളിലും കൂടിയ സമയത്ത് കേരളത്തിന്റെ ചെസ് അഥവാ ഇതിന്റെ ആ കൂടിയ സംഖ്യ എടുത്തു കളഞ്ഞുകൊണ്ടാണ് നമ്മളെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നമുക്കൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നു. ഈ സർക്കാരിനെ കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർധനവാണ്. നമുക്ക് വാഹനങ്ങളെ ഡ്രൈവർമാരായിക്കോട്ടെ അല്ലെങ്കിൽ വാഹന ഉടമകളായിക്കോട്ടെ ഒരുപാട് ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ നമുക്കൊരു അറുതി വരുത്തേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ഏതാണ്ട് 11-ാം തീയതി നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ നാടിന് വേണ്ടിയിട്ടും നമ്മുടെ വാർഡുകളിലും നമ്മുടെ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നല്ല വികസനങ്ങൾ കൊണ്ടുവരാനും അത് വരാനും ആളുകൾക്ക് ആവശ്യമായ ഒരുപാട് മേഖലകളുണ്ട്. നമുക്കറിയാം ലൈഫ് ഭവന പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റോഡായിക്കോട്ടെ, തോടായിക്കോട്ടെ, പാലമായിക്കോട്ടെ, വീടായിക്കോട്ടെ. നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ ടൈമിൽ നമ്മുടെ കെ നാസർ മാസ്റ്റർ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഓരോ വാർഡുകളിലും ഒരുപാട് ആനുകൂല്യങ്ങളാണ് നമുക്ക് ഓരോ വാർഡുകളിലും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ 3-ാം വാർഡില് അന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ ഒരുപാട് പാവപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ നമുക്കൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതൊക്കെ വലിയൊരു നേട്ടമാണ്. അതുപോലെ ഈ സർക്കാർ വന്നിട്ട് ഈ 5 വർഷമായിട്ടും നമ്മുടെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പൊളിച്ചിട്ട് പോയതുപോലെ നേരാക്കാത്ത രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു അറുതി നമ്മൾ വരുത്തണം, ഒരു മാറ്റം നമ്മൾ കാണണം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ഈ ടൈമിലും 5 വർഷത്തിൽ ഞങ്ങൾ ഈ എസ്ടിയുവിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 3 സുഹൃത്തുക്കൾ ഞങ്ങൾ ഇതുമായി വരാറുണ്ട്, നമ്മുടെ അഭിപ്രായം അറിയിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഇതൊരു വിനീതമായിട്ടുള്ള ഞങ്ങളൊരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എല്ലാവരും അതാത് പഞ്ചായത്തുകളിൽ അതാത് വാർഡുകളിൽ നിൽക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥികൾ അവരെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് അതാത് പഞ്ചായത്തുകളിൽ UDFന്റെ ഭരണം കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രിയങ്കരനായ കെ നാസർ കാർമുഖവും അതുപോലെ തന്നെ സുധീറും, പ്രിയപ്പെട്ട മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷൻ യൂണിയന്റെ സംസ്ഥാന ഭാരവാഹിത്വമൊക്കെ ഏറ്റെടുത്ത വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട സുഹൃത്ത് നാസറൊക്കെ. അപ്പോൾ കൃത്യമായി തന്നെ അടിത്തട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ കുറിച്ചും അതുപോലെ തന്നെ മോട്ടോർ തൊഴിലാളി മേഖലയിൽ വരുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. എനിക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ഏറ്റവും ശ്രദ്ധേയമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചു നേരത്തെ ഇവിടെ ഈ ഭരണത്തിൽ ഒരു 10 വർഷം ഇതിനിടക്ക് പ്രിയങ്കരനായ പ്രിയപ്പെട്ട പെട്ടമണ്ണ റീന പ്രസിഡന്റായിട്ട് ഒരു 5 വർഷവും, അത് ആ കാലങ്ങളിൽ കെ നാസർ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വീണ്ടും ഒരു ഭരണം വന്നപ്പോൾ പ്രിയങ്കരനായ കെ നാസർ മാസ്റ്റർ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഈ 2 വർഷമായി ഈ 10 വർഷ കാലയളവിൽ താഴെക്കോട് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള ജനകീയ പ്രവർത്തനങ്ങൾ, അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് അടിസ്ഥാന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അടിസ്ഥാനമായ വിദ്യാഭ്യാസമാണ് നമ്മൾ പറയാം. അപ്പോൾ അതിൽ 32ഓളം അംഗനവാടികൾ ആ ഒരു ഭരണകാലത്ത് പ്രിയങ്കരനായ നാസർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇവിടെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാക്കി പഴയ കെട്ടിടങ്ങൾ പൊളിച്ച് പുതിയതാക്കി എന്നുള്ള അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ പ്രൈമറി തലം തൊട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിൽ നല്ലൊരു വിദ്യാഭ്യാസപരമായി ഒരു മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു ഭരണമാണ് നമ്മുടെ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്.
പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വിദ്യാഭ്യാസപരമായി 10ാം ക്ലാസ് തുല്യത പഠിതാക്കൾക്ക് 900 ആളുകൾക്ക് ജാലകം എന്ന പദ്ധതിയിലൂടെ ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് 10ാം ക്ലാസ്സിന്റെ മുമ്പേ പഠനം നിർത്തിയ ആളുകൾക്ക്, സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ആളുകൾക്ക് 900 ആളുകൾക്ക് ജാലകം എന്ന പദ്ധതിയിലൂടെ 10ാം ക്ലാസ് തുല്യത പഠനം യാഥാർത്ഥ്യമാക്കി കേരളത്തിൽ ശ്രദ്ധേയമായ ഒരു കാഴ്ചപ്പാട് വരുത്തിയ ഒരു ഭരണസമിതിയായിരുന്നു ഈ 2 കാലയളവിൽ. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് +2 തുല്യത നടത്തുകയും ചെയ്തു. വിദ്യാഭ്യാസപരമായിട്ടാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ പൊതുഗതാഗതം, റോഡ് വികസനത്തിൽ ഇപ്പൊ നേരത്തെ ഇവിടെ സുധീർ സൂചിപ്പിച്ചു. ആ ഒരു കാലയളവ് 10 വർഷങ്ങൾ കൊണ്ട് നടത്തിയ വികസനങ്ങൾ, താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ ഉടനീളം നടത്തിയ വികസനങ്ങളെ കുറിച്ച്, റോഡ് ഗതാഗതങ്ങളെ കുറിച്ച് മാത്രം പറയാനാണെങ്കിൽ ഒരു 4 ദിവസമെങ്കിലും ചർച്ച ചെയ്യേണ്ടി വരും. കാരണം ഓരോ വാർഡുകളിലും കേന്ദ്രീകരിച്ച് 10-30 റോഡുകൾ കേന്ദ്രീകരിച്ച് വന്നിട്ടുണ്ട്. മറ്റുള്ള മേഖലയിൽ വന്നിട്ടുള്ള വികസനങ്ങളെ കുറിച്ച് എല്ലാം ഒരു 25 വർഷം മുന്നോട്ട് നയിക്കുന്ന വലിയൊരു മുന്നേറ്റമാണ് ബഹുമാന്യനായ AK നാസർ മാസ്റ്ററുടെയും അതുപോലെ തന്നെ റീന ടീച്ചർ പ്രസിഡന്റായ കാലങ്ങളിൽ വന്നിട്ടുള്ളത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട്. പിന്നെ പഞ്ചായത്തിൽ ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് കൃത്യമായി അത് ഇടപെടുന്ന ഒരു വ്യക്തികൾ എന്നുള്ള നിലക്കൊക്കെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ഒരു വീട് കയറ്റണമെങ്കിലുള്ള പെർമിഷൻ നിലവിൽ നടന്നിരുന്നത് ഒരു 30 രൂപക്ക് നടന്നിരുന്ന ഒരു വിഷയമാണെങ്കിൽ അത് മിക്കവാറും അതിപ്പം ഒരു 1000-ന് മുകളിൽ വേണം ആ ഒരു സംഗതിക്ക്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കെട്ടിട പെർമിഷനും അതുപോലെ തന്നെ കെട്ടിട നികുതി 100% വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പറയാനുള്ളത്, നമുക്ക് അവശ്യ മേഖലയിൽ പറയുമ്പോൾ നമുക്ക് വൈദ്യുതി ചാർജ് വർധന, ഏകദേശം മാസത്തോളം കറണ്ട് ചാർജ് കൂട്ടിയ 10 വർഷങ്ങൾ ജനദ്രോഹ സർക്കാർ, ഇടത് സർക്കാർ. ഈ കറണ്ട് ചാർജ് വർധന എന്ന് പറയുമ്പോൾ ചെറിയൊരു വർധനയല്ല, അത് ക്രമേണ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ കേരളത്തിന്റെ കടം 6 ലക്ഷം കോടിയിലെത്തിച്ച 10 വർഷങ്ങൾ ജനദ്രോഹ സർക്കാർ. അതുപോലെ തന്നെ കൊടും കുറ്റവാളികൾക്ക് ജയിലിൽ സകലമാന സൗകര്യങ്ങളും നൽകിയ 10 വർഷങ്ങൾ. അതുപോലെ തന്നെ പവിത്രമായ അയ്യപ്പ സന്നിധാനത്തെ കട്ടുമുടിച്ച 10 വർഷങ്ങൾ. അതുപോലെ തന്നെ നെല്ല് കർഷകർക്ക് പണം നൽകാത്ത 10 വർഷങ്ങൾ. കെട്ടിട തൊഴിലാളി പെൻഷൻ മുടക്കിയ 10 വർഷങ്ങൾ. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും. കാരണം ഈ നമ്മളെ ഭരിക്കുന്ന സർക്കാർ ആരാണെന്ന് നോക്കണം. പാവപ്പെട്ടവന്റെ, തൊഴിലാളി വർഗത്തിന്റെ, സാധാരണക്കാരന്റെ, അവരുടെ അപ്പോസ്തലന്മാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഈ സർക്കാർ സാധാരണക്കാരിൽ നിന്ന് വോട്ട് വാങ്ങി വിജയിച്ചു പോയത്. അവരെ പ്രതിനിധാനം ചെയ്യുന്ന ട്രേഡ് യൂണിയനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മളൊക്കെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരെ ട്രേഡ് യൂണിയനൊക്കെ കൃത്യമായി തൊഴിലാളികൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് അവർക്ക് കീഴിലൊക്കെ ഉള്ളത്. പക്ഷേ ശബ്ദിക്കാൻ കഴിയാത്ത വിധം അതിവിദൂരത്തേക്ക് തൊഴിലാളികളെ പുറകോട്ട് നയിച്ച ഒരു സർക്കാരാണ്. കോർപ്പറേറ്റ് കുത്തക ഭീമന്മാര്, നമുക്കൊക്കെ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ അദാനി അംബാനി പോലുള്ള ആളുകളെ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഓരോ പദ്ധതികൾ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ. അതേ രൂപത്തിൽ അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ്, അതിന്റെ ഒരു മേഖലയിലേക്ക് തന്നെയാണ് നമ്മുടെ കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇവിടെയുള്ള ഏറ്റവും വലിയ കുത്തക ഭീമന്മാർക്ക് തീറെഴുതി കൊടുത്തുകൊണ്ട് അവർക്ക് നൽകുന്ന, നമുക്ക് ഇപ്പൊ പൊതുഗതാഗതപരമായിട്ട് നമുക്കറിയാം, വലിയ വലിയ കോടികൾ പാവപ്പെട്ടവർ നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച റോഡുകൾ ഇന്ന് കുളമായിട്ട് ഒക്കെ ഇടിഞ്ഞു ചാടുന്ന രൂപത്തിൽ വികസനക്കാർക്ക് ഈ കേരളത്തില് പൊതുഗതാഗതം വളരെ നഷ്ടപ്പെട്ട രീതിയിൽ വികസനം അഴിമതി ഒരു മുതിച്ചു മൂടുന്ന അഴിമതി കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സർക്കാരാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. നമ്മളൊരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലക്ക് പറയുമ്പോൾ കൃത്യമായി നമ്മൾ പറയുമ്പോൾ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാത്ത ഒരു 10 വർഷങ്ങളാണ് കടന്നുപോയത്. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടേണ്ട പ്രസവാനുകൂല്യങ്ങൾ, അതിവർഷ ആനുകൂല്യങ്ങൾ, അവർക്ക് കുട്ടികൾക്ക് വേണ്ട പഠന സൗകര്യങ്ങൾ, അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ എല്ലാം വർഷങ്ങളോളമായി എല്ലാം മുടക്കി അത് മുടക്കം വരുത്തിയ ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിലവില് പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിർമ്മാണ തൊഴിലാളികൾക്ക്, അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്ക്, എല്ലാ മേഖലയിലും പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക്, അവർക്ക് ദുരിതം അനുഭവിച്ചത് അവർക്ക് കിട്ടേണ്ട ക്ഷേമനിധി ആനുകൂല്യങ്ങൾ
അവിടെ വെട്ടിക്കുറക്കുകയും അതുപോലെ തന്നെ അതിൽ നിന്നൊരു മാറ്റം വരുത്താതെയും അതുപോലെ തന്നെ വർഷങ്ങളോളമായി ഈ 10-20 വർഷം 10-18 വർഷത്തോളമായി ക്ഷേമനിധി ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാതെ ദുരിതം അനുഭവിക്കുന്നു. ഈ 9 വർഷത്തോളമായി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഒന്നും നൽകാതെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സർക്കാർ. അതുപോലെ തന്നെ ഇവിടെ ക്ഷേമനിധി ബോർഡിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് ഇവിടെ ഇവിടെ പെൻഷനൊക്കെ നൽകുന്നത്. പെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഇവിടെ ഭരണത്തിലേറുമ്പോൾ ഞങ്ങള് അവരുടെ അവിടെ പ്രകടന പത്രികയിൽ അവിടെ പറഞ്ഞത് എന്താ, 2500 രൂപ ഞങ്ങൾ പെൻഷനാക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോ 2000 രൂപ പെൻഷനിലേക്ക് അവർ എത്തി. പക്ഷെ 2000 രൂപ പെൻഷനാക്കുമ്പോൾ തന്നെ ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ നൽകിയിരുന്ന പെൻഷൻ, ആ പെൻഷൻ ബഹുമാനായ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ എം.കെ. മുനീർ സാഹിബ് നടപ്പിലാക്കിയ പദ്ധതികൾ ഇവിടെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവരുടെ വേതനം, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾക്കുള്ള വേതനം ഇരട്ടിയാക്കി. അതുപോലെ തന്നെ വികലാംഗർക്ക്, വിധവകൾക്ക്, മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ കാര്യക്ഷമമായി കൂട്ടിയ ഒരു സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരും അതുപോലെ തന്നെ പഞ്ചായത്ത് വകുപ്പ് കൈകാര്യം ചെയ്ത ഡോക്ടർ എം.കെ. മുനീർ സാഹിബും നേതൃത്വം നൽകിയത്. കൃത്യമായും അത് ആ ഒരു നിലയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അന്നിപ്പോ നേരത്തെ ഇവിടെ നാസർ സാഹിബ് സൂചിപ്പിച്ചു, നമുക്ക് അവശ്യ സാധനങ്ങൾ 1-2 സാധനങ്ങളുടെ പേരുകൾ അദ്ദേഹം സൂചിപ്പിച്ചു. 100 ഇരട്ടി സാധനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച് വിലക്ക് പൊറുതിമുട്ടുന്ന ആളുകൾക്ക് 1000 രൂപക്ക് വാങ്ങാവുന്ന സാധനങ്ങൾ ഇന്നിപ്പോ നിലവിൽ 5000 രൂപ പെൻഷൻ കിട്ടിയാൽ പോലും അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിരുന്ന 1000 രൂപയുടെ ആ ഒരു വാല്യൂ നോക്കുമ്പോൾ ഇന്ന് 5000 രൂപക്ക് കിട്ടുന്ന സാധനങ്ങളാവും അന്ന് 1000 രൂപക്ക് കിട്ടിയിരുന്നത്. അവിടെയാണ് നമ്മൾ 9 വർഷത്തെ ഒരു ഭരണപരാജയം നമ്മൾ കണക്കാക്കുമ്പോൾ വരേണ്ടത്. ഏറ്റവും അടിത്തട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി എന്ന് അവരുടെ അപ്പോസ്തലന്മാർ അവർക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭരണം നടത്തുമ്പോൾ ആ ഭരണത്തിൽ ഈ സാധാരണക്കാരെ പൊറുതിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ഇവിടെ നമുക്കറിയാം, ഏറ്റവും അടിത്തട്ടിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഇവിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കല് സമര കോലാഹലങ്ങളുടെ ഒരു കാലമാണ് ഈ 9 വർഷം കഴിഞ്ഞു പോയിട്ടുള്ളത്. അതിന് നമുക്ക് എടുത്തു പറയേണ്ട വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ക്ഷേമനിധി ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് 3 ദിവസം തുടർച്ചയായ 3 ദിനത്തില് സമരം നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോഷകഘടകമായ തൊഴിലാളി വിഭാഗമാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ്.ടി.യു. 3 ദിനങ്ങളിലായി ഏകദേശം 40ഓളം വരുന്ന വിവിധ ഫെഡറേഷനുകൾ, വിവിധ മേഖലകളിൽ തട്ടുന്ന തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ്.ടി.യു സെക്രട്ടേറിയറ്റ് പഠിക്കൽ 3 ദിനം സമരം നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പോഷകഘടകമായ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ്.ടി.യുവിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് ഞങ്ങൾ. അപ്പൊ എത്രത്തോളം തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നതിന് ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ നിരന്തരമായി സെക്രട്ടേറിയറ്റ് പഠിക്കലും നിയമസഭാ കവാടത്തിന് മുമ്പിലും സമരങ്ങളുടെ കോലാഹലമാണ്. അവിടെ എല്ലാ വിഷയങ്ങളിലും സമരം നടത്തുന്ന തൊഴിലാളികൾ, ദിവസങ്ങളായി സമരം നടത്തുന്ന തൊഴിലാളികൾ, അവരൊക്കെ വർഷങ്ങളായി സമരം നടത്തുന്ന തൊഴിലാളികൾ. അതുപോലെ തന്നെ മദ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഞാൻ ഈയിടെയായി മലപ്പുറം കളക്ടറേറ്റ് പഠിക്കൽ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട് സമരത്തിൽ നടത്തുന്ന ആളുകളെ ഒന്ന് നേരിട്ട് കാണാനിടയായി. 850ഓളം ദിനങ്ങളിലായി മലപ്പുറം കളക്ടറേറ്റ് പഠിക്കൽ മദ്യനിരോധന സമിതിയുടെ കേരള മദ്യനിരോധന സമിതി ഒരു സമരം നടത്തുന്നുണ്ട് കളക്ടറേറ്റ് പഠിക്കൽ. നിങ്ങളൊക്കെ പോയേ കാണാം. 850 ദിനത്തിലധികമായി അവർ സമരം നടത്തുന്നു, സത്യാഗ്രഹം നടത്തുകയാണ്. അപ്പൊ എന്താണ് അവർ പറയുന്നത്? ഈ UDF സർക്കാർ ഭരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് വെറും 2-3 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതത് 38 ബാറുകളാണ് ഇന്ന് ഈ 9 വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. ആ 9 വർഷം കൊണ്ട് നടപ്പിലാക്കിയ 38 ബാറോളമായി ഈ മലപ്പുറത്ത് മാത്രം. ഇനി 3 ബാറോളം മലപ്പുറത്ത് അനുവദിക്കാൻ നിൽക്കുകയാണ്. ഏറ്റവും അടിത്തട്ടിലുള്ള സാധാരണക്കാര്, പാവപ്പെട്ട സ്ത്രീകള്, ഈ സമൂഹത്തെ ഉന്നമനത്തിലേക്ക് നയിക്കേണ്ട ആളുകൾ അവർ ദുരിതം അനുഭവിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ലൈനിലേക്ക് നമുക്ക് വരേണ്ടി വരും. കോർപ്പറേറ്റ് കുത്തക ഭീമന്മാർ, അതായത് മുതലാളിമാരെ സഹായിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ടാണ് ഈ ബാറുകളും മദ്യഷാപ്പുകളും ഒക്കെ കൂടുതൽ അനുവദിച്ചുകൊണ്ട് ഇവിടെ A.K. ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും മദ്യത്തിനെതിരെയുള്ള കൃത്യമായി ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന ഗവൺമെന്റായിരുന്നു. അതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് പരിധിയിൽ
ഒരു മദ്യഷാപ്പ് തുടങ്ങണമെങ്കിൽ പഞ്ചായത്തിന്റെ അനുമതി വേണ്ടിയിരുന്നു. പക്ഷെ ഇന്നതല്ല. അത് ഒരു അനുമതിക്കും ആവശ്യമില്ലാത്ത രൂപത്തിൽ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ മദ്യഷാപ്പുകൾ അനുവദിച്ച് കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരെ സഹായിക്കുന്ന രീതിയിലാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും അവർ മുതലാളിത്ത ഒരു മേഖലയിൽ സഞ്ചരിക്കുന്ന ഒരു സർക്കാരായി മുന്നോട്ട് പോവുകയാണ്. ഈ മേഖലയിലൊക്കെ നമുക്ക് കൃത്യമായി ഇതൊന്നും ഇപ്പൊ ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ കൃത്യമായി തന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇന്നൊക്കെ ലൈവാണ്, എല്ലാവർക്കും ലൈവായി കാണുന്ന കാര്യങ്ങളാണ് വിഷയമായിട്ടുള്ളത്. ഇപ്പൊ അവസാനമായി നമ്മൾ പറയുമ്പോൾ PMC പദ്ധതി എന്ന് പറഞ്ഞ് വെറുതെ ഒരു വാക്ക് പറയാൻ പറ്റില്ല. PMC പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അവരെ കൊണ്ടുവന്ന അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഗോൾവാക്കർ പോലുള്ള അവരുടെ ഉന്നത നേതാക്കളെ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകുന്ന മക്കൾക്ക് പ്രൈമറി തലം തൊട്ട് അവരുടെ ആ ഒരു രാഷ്ട്രീയ ചരിത്രവും അതുപോലെ തന്നെ ഗോൾവാർക്കറിന്റെ പോലുള്ള BJPയുടെ ആളുകളുടെയൊക്കെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റേ വിദ്യാർത്ഥികളുടെ സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ PMC പദ്ധതി എന്ന് നിങ്ങൾക്കറിയാം. കൃത്യമായി തന്നെ ഈ രാജ്യം ഭരിച്ച് ആയിരക്കണക്കിന് വർഷം ഭരിച്ച ഇവിടെ മുഗൾ രാജാക്കന്മാരും മറ്റു രാജാക്കന്മാരും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ അവരുടെ ചരിത്രങ്ങളും അവരുടെ വിഷയങ്ങളും അവരുടെ നിർമ്മിതികളും നമുക്കറിയാം. ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായി ലോകാത്ഭുതങ്ങളിൽ ഒന്നായി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ താജ്മഹലും അതുപോലെ തന്നെ കുത്തുബ് മീനാറും അതുപോലെ തന്നെ റെഡ് ഫോർട്ടും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇന്നും ഡൽഹിയിൽ അത് കാണുന്നു. അതൊക്കെ മായ്ച്ചു കളയുന്ന രൂപത്തിൽ പുതിയ സിലബസ് ഇറക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന PMC പദ്ധതി എന്നുള്ള പദ്ധതി ഈ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഉച്ചൈശ്വരം പ്രഖ്യാപിച്ച 2 മുഖ്യമന്ത്രിമാർ നമുക്ക് ഉദാഹരണമാണ്. ഒന്ന് ബംഗാൾ ഭരിക്കുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയും അതുപോലെ തന്നെ തമിഴ്നാട് ഭരിക്കുന്ന MK സ്റ്റാലിനും കൃത്യമായി ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയാൽ അതിന് കൃത്യമായി ഞങ്ങൾ അത് നടപ്പിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ അതിനെതിരെ ശക്തമായി എതിർക്കുമെന്നും അത് ഇവിടെ വിലപ്പോവില്ല എന്നും പറഞ്ഞ 2 മുഖ്യമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത്. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അത് പറയാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയാണുള്ളത്. അദ്ദേഹം പല കേസുകളിലൊക്കെ അദ്ദേഹം പല വിഷയങ്ങളിലൊക്കെ ഇടപെട്ടൊരു വിഷയം എന്നുള്ള നിലക്ക് ഏത് പദ്ധതികളും നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ അത് കൃത്യമായി നടപ്പിലാക്കാവുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് നമുക്ക് മുഖ്യമന്ത്രി മാറിയിട്ടുള്ളത്. ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഈയിടെയായി ലോക്സഭയിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്, രാജ്യസഭയിലൊക്കെ നടത്തിയ ഒരു പ്രസ്താവന. ഈ PMC പദ്ധതി കേന്ദ്രവും കേരളവും നടപ്പിലാക്കുമ്പോൾ അതിനിടയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് MP ആണ് എന്ന് പറഞ്ഞു. നമുക്കറിയാം ജോൺ ബ്രിട്ടാസ് MP എന്നൊക്കെ പറയുമ്പോൾ ലൈവായിട്ട് സോഷ്യൽ മാധ്യമങ്ങളിൽ അദ്ദേഹം വാർത്താ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തി. അദ്ദേഹം അതിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മളാരും പറയുന്നതല്ല. കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഭരണത്തിലേറിക്കഴിഞ്ഞാൽ സാധാരണക്കാരുടെ പിന്തുണക്കും സാധാരണക്കാരുടെ ആവശ്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടല്ല ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അവർ കോർപ്പറേറ്റ് കുത്തക ഭീമന്മാരെ അവർക്ക് അവസാന പാടുന്ന ഒരു ഗവൺമെന്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ കൃത്യമായി തന്നെ ആ PMC പദ്ധതിയെ കുറിച്ചും മറ്റുള്ള വിഷയങ്ങളെ കുറിച്ചും വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായി അത് പറയേണ്ട ഒരു വിഷയമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയത്തിൽ ഇവിടെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ മറ്റേ ഒരു വിഷയം നമ്മളെ SIR വിഷയമാണ്. അത് ആ പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. SIR വിഷയത്തിൽ നമുക്കറിയാം നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ ഉദാഹരണം പറഞ്ഞാൽ ആസാം പോലുള്ള സംസ്ഥാനങ്ങളിൽ 50 ലക്ഷത്തോളം ആളുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് SIR എന്നുള്ള നിലക്ക്. നമുക്കറിയാം ഈ 2005 വോട്ടർ പട്ടികയിലുള്ള ആളുകളെ ശുദ്ധീകരിക്കുന്ന രൂപത്തിൽ 2005 വോട്ടർ പട്ടികയിലുള്ള ആളുകളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് SIR പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പ്രവാസി സമൂഹത്തിൽപ്പെട്ട പ്രവാസികളായ വോട്ടർമാരാണ്. കാരണം കൃത്യമായ ആ ഒരു വോട്ടർ ലിസ്റ്റ് പുതുക്കുന്ന സമയത്ത് അവരുടെ നാട്ടിലില്ലാത്തവരും മറ്റുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോകുന്നത്. ഇപ്പൊ ഇന്നൊക്കെ 1-2 വിഷയങ്ങൾ സംസാരിക്കുന്ന രൂപത്തിൽ 1-2 ആളുകൾ സൂചിപ്പിക്കുകയുണ്ടായി. 1-2 അവരുടെ മക്കളുടെ വോട്ടർ ലിസ്റ്റൊക്കെ പ്രിപ്പറേഷൻ ചെയ്തു കൊടുത്ത് അത് കയറാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കുകയാണ് SIRമായി ബന്ധപ്പെട്ട്. ഈ SIR പദ്ധതി കൃത്യമായി തന്നെ അത് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളൊക്കെ 10, 50, 60 ലക്ഷം ആളുകളെ അവരുടെ വോട്ട് തട്ടിയിട്ടാണ്
ഈ SIR പദ്ധതിയുമായി ബന്ധപ്പെട്ട് വോട്ട് ഒക്കെ ഇല്ലാതാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ദേശീയ രാഷ്ട്രീയം നമ്മളൊന്ന് ഒരു 2 മിനിറ്റ് കുറിച്ച് പറയുമ്പോൾ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കൃത്യമായും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി, കൃത്യമായും ഒരു വീട്ടിൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട്ടു നമ്പറിൽ 80 വോട്ടർമാരുള്ള ഒരു വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജനമധ്യത്തിൽ തുറന്നു കാട്ടിയത്. ഒരു വീട്ടിൽ 80 വോട്ടർമാർ. അതുപോലെ എല്ലാ മേഖലയിലും ഈ കേന്ദ്ര സർക്കാർ BJP നടത്തുന്ന, ഇവിടെ ഭരിക്കുന്ന, അവർ ജയിച്ചു വന്നതൊക്കെ കൃത്യമായി ഇതുപോലുള്ള കൃത്രിമങ്ങൾ കാണിച്ച്, വോട്ടർ പട്ടികകൾ കൃത്രിമം കാണിച്ച ഒരു ഗവൺമെന്റാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അവസാനം പാടി അവർ ചെയ്യുന്ന രൂപത്തിലാണ് ഇടതുപക്ഷ സർക്കാരും പല വോട്ട് ചോരികളൊക്കെ പല മേഖലയിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃത്യമായും തന്നെ ഈ വിഷയത്തിൽ SIRമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായും നമുക്ക് വരാൻ പോകുന്ന വിഷയങ്ങളിൽ കൃത്യമായി നിങ്ങളുടെ വാർഡുകളിൽ നിങ്ങൾ ആ വോട്ടർമാരാണ്, നിങ്ങളുടെ വാർഡിലെ ഒരു വോട്ടറാണ് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തേണ്ടത്. അവിടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ വാർഡിന്റെ ജനപ്രതിനിധി ഒപ്പിട്ട് എൻ്റെ വാർഡിലെ ഒരു വാർഡിലെ ഒരു വോട്ടറാണെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊക്കെ ജനപ്രതിനിധികളാണ്. അപ്പൊ നിങ്ങളെ വാർഡിൽ നിന്ന് ആര് ജയിച്ചു വരണം എന്നുള്ളത് ഏറ്റവും തീരുമാനിക്കുക, ഏറ്റവും ആ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്നുള്ള, സാധാരണക്കാരുടെ ഇലക്ഷൻ എന്നുള്ള നിലക്ക് നിങ്ങളുടെ വാർഡ് നിങ്ങൾക്ക് വേണ്ട അവശ്യ സാധനം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ട അവശ്യ സാധനങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഏറ്റവും ആശ്രയിക്കേണ്ടത് നമ്മുടെ വാർഡിന്റെ ജനപ്രതിനിധികളാണ്. ആ വാർഡിന്റെ ജനപ്രതിനിധിയുമായി തിരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് തലങ്ങളിലേക്ക് ഈ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, ജില്ലാ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയാത്ത അതിന്റെ ഇടത്തട്ടിലുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബോഡിയാണ് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള തലത്തിലേക്ക്, ആ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഉദാഹരണമായി ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കുകയാണ്. ഞാനും പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ നാസറും ഒക്കെ ഇന്നത്തെ ദിവസം പ്രിയങ്കരിയായ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി സാജിദ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ഞങ്ങളിപ്പോ ഈ പരിപാടി. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ സമാപനം ഇന്ന് താഴക്കോട് പഞ്ചായത്തിൽ മാട്രയിൽ വെച്ച് കഴിഞ്ഞ അതിന്റെ ഒരു ആ പരിപാടി സംബന്ധിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് 1-2 വിഷയം സൂചിപ്പിക്കുമ്പോൾ, പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയാക്കിയത് ജില്ലാ പഞ്ചായത്താണ്. അതിൽ വരുത്തിയിട്ടുള്ള ഇന്ന് 30ഓളം ഡോക്ടേഴ്സിന്റെ നല്ലൊരു നിര തന്നെ ഈ പെരിന്തൽമണ്ണ നമുക്കറിയാം. പെരിന്തൽമണ്ണയെ നമുക്ക് പറയുമ്പോൾ തന്നെ കേരളത്തിൽ തന്നെ ഹോസ്പിറ്റൽ സിറ്റി എന്നാ പറയുന്നത്. ആ ഹോസ്പിറ്റൽ സിറ്റിയിൽ ഏറ്റവും ഇന്നത്തെ നമ്മുടെ ടോക്കൺ നോക്കുമ്പോൾ 800-900 ആളുകളുടെ ടോക്കനാണ് ഇന്ന് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ സാധാരണക്കാർ അവരെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ ഇന്ന് സാധാരണക്കാരൻ നമുക്കറിയാം, ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് 10 രൂപക്ക് ടോക്കൺ ലഭിച്ച് നമുക്ക് ഡോക്ടറെ കാണുന്ന രീതിയിൽ 2000-1500 രൂപ ചെലവഴിക്കേണ്ട ദുരവസ്ഥയിൽ ഇന്ന് ആ താലൂക്ക് ഹോസ്പിറ്റലിനെ ജില്ലാ ഹോസ്പിറ്റലാക്കി ഉയർത്തുകയും എല്ലാ മേഖലയിൽ നിന്നുള്ള ഡോക്ടേഴ്സിന്, അതുപോലത്തെ നമുക്കറിയാം നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് കുട്ടികളെ ഡോക്ടേഴ്സ് ആണെങ്കിലും, അതുപോലെ തന്നെ ഗൈനക്കോളജി വിഭാഗമാണെങ്കിലും, അതുപോലെ തന്നെ വിവിധ സെഷനുകളിലെ ഓരോ മേഖലയിൽപ്പെട്ട എല്ലാ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇന്ന് വലിയ സൗകര്യം ഒരുക്കിയ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായി പറയുമ്പോൾ, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട റഫീഖയുടെ ഹൃദ്യമായ പ്രവർത്തനം അത് എടുത്തു പറയേണ്ടത് നമ്മുടെ പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റലിനെ കൃത്യമായി എടുത്തു പറയുമ്പോൾ, അതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച് ഒരു MK റഫീഖ എന്നുള്ള ഒരു മേഖലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് കൃത്യമായ പ്രവർത്തനം നടത്തിയ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾക്ക് MK റഫീഖ എടുത്തു പറയാം. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് പ്രിയങ്കരനായ ഞങ്ങളുടെ നാട്ടുകാരൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അയൽവാസി, പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, പ്രിയ നേതാവ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പ്രിയങ്കരനായ അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബാണ് നിലവിൽ ഈ ഭരണസമിതിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ട് തുടരുന്നത്. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നിലവിൽ തുടരുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് ചിട്ടയായ പ്രവർത്തനങ്ങൾ വാർഡ് തലങ്ങളിൽ വിവിധ സ്ത്രീകൾക്ക് കുടുംബശ്രീക്ക് കീഴിൽ ഈ വിവിധ സ്ത്രീകൾക്ക് അവരുടെ നിത്യവൃത്തിക്ക് സാധാരണക്കാർക്ക് മുന്നോട്ട് പോകാനുള്ള ചെറിയ അവരുണ്ടാക്കുന്ന സാധനങ്ങൾ, അതായത് ഉൽപ്പാദിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാനും അവിടെ ഒരു 10 കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് അവർക്ക് തൊഴിൽ ലഭിക്കാനുമുള്ള ഒരുപാട് പദ്ധതികൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബാക്കിയുള്ള വികസനത്തെ കുറിച്ചൊന്നും ഇവിടെ പ്രതിപാദിക്കേണ്ടത്, കാരണം ഒരുപാട് പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ബഹുമാന്യനായ ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലക്ക്
നിലക്ക് അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ അദ്ദേഹം അരക്കുറമ്പ് ഡിവിഷനിലായിരുന്നു അദ്ദേഹം ജനപ്രതിയായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ താഴക്കോട് ഡിവിഷനിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട പ്രബീണ ഹബീബും കഴിഞ്ഞ 5 വർഷങ്ങൾ കൃത്യമായി നല്ലൊരു വികസനം കാഴ്ചവെച്ച ഒരു വ്യക്തിത്വമാണ്. കൃത്യമായി തന്നെ ഈ പ്രാവശ്യം ജനവിധി തേടുന്നുണ്ട്. താഴക്കോട് ഡിവിഷനിൽ നിന്ന് പ്രിയങ്കരിയായ പ്രബീണ ഹബീബ് ജനവിധി തേടുന്നുണ്ട്. അരക്കുറമ്പ് ഡിവിഷനിൽ നിന്ന് പ്രിയപ്പെട്ട ഫസീലയും ജനവിധി തേടുന്നുണ്ട് ബ്ലോക്കിലേക്ക്. കൃത്യമായി തന്നെ ബ്ലോക്കും പഞ്ചായത്തും ഒക്കെ നേരത്തെ സുധീർ സൂചിപ്പിച്ച പോയിന്റിലേക്ക് വരികയാണ്. ഞങ്ങളിപ്പോൾ ഒരു പഞ്ചായത്തിന്റെ പ്രതിനിധികൾ എന്നതിനേക്കാൾ ഉപരി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയന്റെ പ്രവർത്തകർ എന്നുള്ള നിലക്കാണ് ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നത്. അപ്പൊ കൃത്യമായി തന്നെ കേരളത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വാർഡുകളിൽ നിന്ന് കൃത്യമായും വാർഡ് സ്ഥാനാർത്ഥികളെ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിങ്ങൾ ജയിപ്പിക്കേണ്ടത് UDF സംവിധാനത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ജയിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. നമ്മുടെ പ്രിയങ്കരനായ നേതാവ്, പ്രിയപ്പെട്ട UDFന്റെ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ് ഒക്കെ കൃത്യമായി പറയുന്നു, UDFന്റെ ഒരു കൃത്യമായ ഒരു ചാഞ്ചാട്ടമാണ്, UDFന്റെ ഏറ്റവും നല്ലൊരു പ്രയാണമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പ്രിയങ്കരനായ VD സതീശനൊക്കെ നല്ല ആത്മവിശ്വാസത്തിലാണ് കൃത്യമായി അവരൊക്കെ ക്യാമ്പയിനുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതും അവരുടെ സംസാരത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വിരൽ ചൂടുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലക്ക് കൃത്യമായി തന്നെ ഇന്നത്തെ ഭൂമിശാസ്ത്രം വെച്ച് കൃത്യമായി ദുരിതരായ സാധാരണക്കാരെ അവർക്ക് ഉപയോഗിക്കാൻ, ഏറ്റവും അടിത്തട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലക്ക് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൃത്യമായി തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒരു വോട്ട് പോലും പാഴാക്കാതെ. കൃത്യമായി സൂചിപ്പിക്കാനുള്ളത്, ഒരു വോട്ടൊക്കെ നമുക്ക്, മറ്റുള്ള വോട്ടൊക്കെ ബാക്കിയുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സമീപിച്ചേക്കാം. പക്ഷെ അതൊന്നും നിങ്ങൾ ഒരു കാര്യക്കണക്കിലേക്ക് എടുക്കാതെ കൃത്യമായി നിങ്ങൾ ചെയ്യേണ്ട വോട്ടുകൾ അത് കൃത്യമായി UDF സംവിധാനത്തിൽ പ്രിയങ്കരനായ VD സതീശൻ പ്രതിപക്ഷ നേതാവും പ്രിയപ്പെട്ട ഉപനേതാവായി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നേതൃത്വം നൽകുന്ന ഈ ഒരു സംവിധാനത്തിന്, അതുപോലെ തന്നെ പ്രിയങ്കരനായ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും അടങ്ങുന്ന UDF സംവിധാനത്തിലുള്ള ഒരു മുന്നണിയെ അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ ഓരോ വോട്ടുകളും UDF സംവിധാനത്തിൽ ഉപയോഗപ്പെടുത്തി ഈ വരുന്ന തെരഞ്ഞെടുപ്പ് 11-ാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ അത് കൃത്യമായി വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഒരാളുടെയും വോട്ട് പാഴാക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് തൊഴിലാളികളുടെ പ്രതിനിധികൾ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ മേഖലയിലും വർദ്ധിച്ചു വരുന്ന ഒരു ദുരവസ്ഥ, എല്ലാ മേഖലയിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത, സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത, ഒരു സാധാരണ കച്ചവടക്കാരന് മുന്നോട്ട് പോകാൻ കഴിയാത്ത, സാധാരണ ഒരു ടാക്സി വാഹനം ഓടുന്ന ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത എല്ലാ മേഖലയിലും വീടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് പെർമിഷൻ, മറ്റുള്ള വിഷയങ്ങൾ, എല്ലാ മേഖലയിലും സാധാരണക്കാർക്ക് ദുരിതം തരുന്ന ഒരു ഗവൺമെന്റാണ്. അപ്പൊ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാനും നിങ്ങൾക്ക് കിട്ടുന്ന സുവർണാവസരമാണ്. നിങ്ങളുടെ ഓരോ വോട്ടും ആ വോട്ടുകൾ വിനിയോഗിക്കുമ്പോൾ കൃത്യമായി അത് നിങ്ങൾ UDF സംവിധാനത്തിലുള്ള നിങ്ങളുടെയൊക്കെ മേഖലയിൽ നിന്ന് മത്സരിക്കുന്ന UDF സംവിധാനത്തിലുള്ള നേതാക്കളെ, UDF സംവിധാനത്തിലുള്ള ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അവരുടെ കൈകളിലേക്ക് ഈ ഭരണചക്രം ഏൽപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് കൃത്യമായി ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്നാണ് ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് എനിക്ക് കൃത്യമായി സൂചിപ്പിക്കാനുള്ളത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ചർച്ച ഇവിടെ പര്യവസാനിക്കുകയാണ്. എന്തെങ്കിലും പ്രിയപ്പെട്ട നാസർ സാഹിബിനും അതുപോലെ തന്നെ സുധീറിനും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാമെന്ന് പറയുകയാണ്. നാസർ സാഹിബ് എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടെങ്കിൽ ആ പോയിന്റിലേക്ക് എന്തെങ്കിലും. നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഇപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ അഷറഫ് സാഹിബ് ഒരുവിധമൊക്കെ നമ്മുടെ ഈ ഓൺലൈനിൽ ആകുമ്പോൾ നമുക്കൊരു ഇതിന് അപ്പം നമ്മൾ ഈ പറഞ്ഞു കൊണ്ടുവന്നത് ഇത്രയധികം പാവപ്പെട്ട നമ്മുടെ സാധാരണ ജനങ്ങളെ അതിജീവിതം ബുദ്ധിമുട്ടിലാക്കിയ ഒരു സംവിധാനത്തിലാണ് ഇന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഏറ്റവും അനുഭവിക്കുന്നത് നമ്മുടെ തൊഴിലാളി സമുദായവും അതുപോലെ പാവപ്പെട്ട കുടുംബങ്ങളാണ്. എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, നമ്മുടെ ഈ തൊഴിൽ മേഖലയിൽ, ഞാൻ ഈ മത്സ്യ വിതരണം കച്ചവടം നടത്തുന്നതിൻ്റെ തൊഴിൽ മേഖലയിൽ ഇതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് ക്ഷേമ ബോർഡ് സംവിധാനം നിലവിൽ വന്ന സമയത്ത്
പിന്നെ എൻ്റെ തൊഴിലാളികൾക്കൊക്കെ 240 രൂപയായിരുന്നു ക്ഷേമ ബോർഡിൽ നമ്മൾ അടക്കേണ്ട തുക ഉണ്ടായിരുന്നത്. അത് ഒരു കഴിഞ്ഞ തവണ മുതൽ ഒരു 3 വർഷമായിട്ട് ഇപ്പോൾ 600 രൂപയാണ് ഞങ്ങളെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിക്കുകയാണ്. ഈ സർക്കാർ നമ്മുടെ തൊഴിലാളികളെ കയ്യിൽ നിന്നും ഇപ്പോൾ 600 രൂപയാണ് നമ്മൾ വർഷം തോറും നമ്മൾ ക്ഷേമ ബോർഡിൽ അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം പിന്നെ നമ്മളെ പാവപ്പെട്ട നമ്മളെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ഈ തൊഴിലാളികൾ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ ഒരു തിരിച്ചടി കൊടുക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ഈ വരുന്ന ത്രിതല തെരഞ്ഞെടുപ്പ്. അത് നമ്മളെ തൊഴിലാളികൾ പരമാവധി ഉപയോഗപ്പെടുത്തും എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഞാൻ ഈ സംവിധാനം ചെയ്യുന്ന എൻ്റെ പിന്നെ 2000-ഓളം വരുന്ന തൊഴിലാളികൾ, ഈ തൊഴിലാളികൾ മുഴുവൻ ക്ഷേമ ബോർഡിൽ പിന്നെ ഒരു 3 വർഷമായിട്ട് അടക്കുന്നത് 600 രൂപയാണ്. അതിന് മുമ്പുണ്ടായിരുന്നത് 240 രൂപയായിരുന്നു അടച്ചിരുന്നത്. എന്നാലോ പിന്നെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ ഒരു മാറ്റവുമില്ല. അപ്പോൾ എല്ലാ വിധത്തിലും നമ്മൾ തൊഴിലാളികൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് ഇപ്പോൾ ഈ വരുന്ന ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ ഞാൻ തൊഴിലാളികളുമായിട്ട് എനിക്ക് പറയാനുള്ളത്. അവരെല്ലാവരും ഇങ്ങനെ ഒരു പിന്നെ സമയം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ 11-ാം തീയതി നടക്കുന്ന ത്രിതല തെരഞ്ഞെടുപ്പിൽ ഇത് ഒരു ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് നല്ലൊരു ഷോക്ക് തന്നെ തൊഴിലാളി സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ വരുന്ന 11-ാം തീയതി നമ്മുടെ മുഴുവൻ പാവപ്പെട്ട കുടുംബത്തിൽ ജീവിക്കുന്ന അത്യാവശ്യം ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പിന്നെ കുടുംബാംഗങ്ങളും പിന്നെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ 11-ാം തീയതി രാവിലെ നേരത്തെ തന്നെ പോയിട്ട് നമ്മുടെ പിന്നെ ഒരു വോട്ടവകാശം അത് വിനിയോഗിക്കുന്നത് നമ്മൾ പിന്നെ നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായിരിക്കുന്ന മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അവരവരുടെ ചിഹ്നമായ കോണി ചിഹ്നമുണ്ട്, മൊബൈലുണ്ട്, അവർക്ക് കൊടുത്തിട്ടുള്ള ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണമെന്ന് മാത്രമാണ് എനിക്ക് സമയത്ത് നിങ്ങളോട് പിന്നെ പറയാനുള്ളത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുവിധമൊക്കെ നമ്മുടെ സുധീർ സാഹിബ് മുഷറഫ് സാഹിബ് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി എന്തെങ്കിലും പറയാനുള്ളത് സുധീർ സാഹിബ് പറഞ്ഞിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ഇവിടെ നേതാക്കന്മാര് നമ്മളെ അഷ്റഫ് സാഹിബും നാസർ സാഹിബൊക്കെ സൂചിപ്പിച്ചു. എങ്കിലും നമുക്ക് ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാനുള്ളത്, നമ്മുടെ കയ്യിലേക്ക് 11-ാം തീയതി എന്ന് പറയുന്ന ഒരു ഡേറ്റ് വരികയാണ്. ആ ഡേറ്റ് നമുക്കറിയാം, നമ്മുടെ തലവര അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളെയൊക്കെ തലവര ശരിയാക്കുന്ന അല്ലെങ്കിൽ ശരിയാകുന്ന ഒരു ദിനമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല് 5 വർഷം ഈ LDF സർക്കാർ ഈ താഴേക്കോട് പഞ്ചായത്ത് ഭരിച്ചിട്ട് ഒരു വികസനം പോലും അവർ പറയുന്നത് എന്താ വെച്ചാൽ ലൈഫ് ഭവന പദ്ധതിയാണ്. ആ ലൈഫ് ഭവന പദ്ധതിക്ക് ഫണ്ട് പോലും കൊടുക്കാൻ പറ്റാതെ ജനങ്ങൾ ദുരിതത്തിലാണ്. നഗരത്തിൽ ഒരു വിളക്ക് പോലും കത്തിക്കാൻ ഈ 5 വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഒന്ന് റീസ്റ്റാർ ചെയ്യാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ഒരു സർക്കാർ എന്തിന് എന്നാണ് UDF-ഉം പോഷക സംഘടനയായ STU-ന്റെ നേതാക്കന്മാരും നിങ്ങളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 11-ാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ സ്ഥാനാർത്ഥികൾ കോണി അടയാളത്തിലും മറ്റ് കൈപ്പത്തി അടയാളത്തിലും മത്സരിക്കുന്നവരെ വോട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അവർക്ക് ഭൂരിപക്ഷത്തിൽ നിങ്ങൾ വോട്ട് ചെയ്ത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി കൈകോർക്കണമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനും അഭ്യർത്ഥിക്കാനുമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. STU. പ്രിയപ്പെട്ടവരെ, പിന്നെ സുധീർ സാഹിബ് ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തി. അതുപോലെ തന്നെ നാസർ സാഹിബും കൃത്യമായി പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ വെറും കുറഞ്ഞ ഫണ്ട് മാത്രമാണ് പഞ്ചായത്ത് നൽകേണ്ടത്. ബാക്കി ഫണ്ട് ബ്ലോക്കും പിന്നെ ബാക്കിയുള്ള പിന്നെ ലോൺ പദ്ധതിയിലൊക്കെയാണ് പദ്ധതി വരുന്നത്. ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയിൽ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന ഒരു 3 ഭരണസമിതിക്ക്, ഒരു 15 വർഷക്കാലം വരുന്ന ഭരണസമിതികൾക്ക് കടമായി ഇതിലേക്ക് ഫണ്ടുകൾ അടയ്ക്കേണ്ടി വരും. ഒരു 1-ാം ഘട്ടം കൊടുത്ത് ഞങ്ങൾ ഇത്ര ഒരു വലിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കി എന്ന് വരുത്തി തീർക്കാൻ കഴിയുന്ന രൂപമാണ്. ഇയാൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുഗതാഗതം, റോഡിന്റെ ദയനീയ അവസ്ഥ
അതിസുപ്രധാനമാണ്. തെരുവുവിളക്കുകൾ തീരെ പിന്നെ കത്തുന്നില്ല. എല്ലാം അത് പറഞ്ഞതിലുണ്ട് എല്ലാം. അതുപോലെ തന്നെ നമുക്കറിയാം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിട്ടുപോയൊരു വിഷയമുണ്ട്. ആശാ വർക്കർമാർ പിന്നെ എത്ര ദിവസങ്ങളിലായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവർ മഴയത്തും വെയിലത്തും ഒക്കെ ദുരിതത്തിലായി സമരം നടത്തിയിട്ട് പോലും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ല. ഏതായാലും നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾ കൃത്യമായി കാണുന്നവരായിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കി വരാൻ പോകുന്ന ഇലക്ഷന് കൃത്യമായും അത് വിനിയോഗിക്കാൻ കൃത്യമായി UDF സ്ഥാനാർത്ഥികൾ, അവർക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ഓരോ പഞ്ചായത്തിലും ഓരോ ചിഹ്നങ്ങളാണ് സ്വതന്ത്രർക്കൊക്കെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചിഹ്നങ്ങളെ കുറിച്ചൊന്നും ഞങ്ങൾ സൂചിപ്പിക്കുന്നില്ല. UDFന്റെ ചിഹ്നം എന്നുള്ള നിലക്ക് പിന്നെ കോണിയും അതുപോലെ തന്നെ കൈപ്പത്തിയുമാണ്. മറ്റ് ഇടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി അത് വിനിയോഗിക്കാൻ കേരളത്തിലെ മുഴുവൻ തൊഴിലാളി വിഭാഗങ്ങളുടെ പ്രതിനിധികൾ എന്നുള്ള നിലക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർഷങ്ങളായി ലഭിക്കാത്ത ഒരു അവസ്ഥ, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താൻ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നോക്കം വരാൻ UDF സംവിധാനത്തിൽ തിരിച്ചു വരാനുള്ള ഒരു അവസരമൊരുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് കൂടി സമയത്ത് ഉയർത്തിക്കൊണ്ട് ഇന്നത്തെ ചർച്ച ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നിങ്ങൾ ശ്രമിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനും സാധാരണക്കാരുടെ വിഷയം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെല്ലാം പോയിന്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വരികയാണ്. നമ്മളൊരു സോഷ്യൽ മീഡിയയിലാവുമ്പോൾ കൂടുതൽ സമയം നിങ്ങളെ ഇരുത്തുന്നത് ശരിയല്ല. എങ്കിൽ കൂടി ഞങ്ങൾ ഏകദേശം പോയിന്റുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ കൃത്യമായി പ്രതിനിധീകരിച്ച പ്രിയങ്കരനായ പ്രവർത്തകൻ AK നാസറിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുധീർ സാഹിബിനും ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ ചർച്ച പരിസരം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് UDF.